Hello friends, welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒന്ന് ഓറഞ്ചും ക്യാരറ്റും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം കുക്കുംബറും പൈനാപ്പിളും വെച്ചിട്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ബോഡി ഡീറ്റോക്സിഫൈ ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ജ്യൂസാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓറഞ്ചും ക്യാരറ്റും ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഓറഞ്ച്. ഞാനിവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഇത് കുരു ഇല്ലാത്ത ഓറഞ്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഡയറക്റ്റ് ഇടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുരുവൊക്കെ ഉള്ള ഓറഞ്ച് ആണെങ്കിൽ അത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ. ഇത് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. ഇതൊരു ചെറിയ പീസ് ഇഞ്ചിനെ ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചെറുനാരങ്ങ. ഇത് നീരെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഹണി ഓപ്ഷണലാണ്. നമ്മൾ ഓൾറെഡി ഓറഞ്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഹണി വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഓരോ വെജിറ്റബിൾസും ഇപ്പോൾ ഓറഞ്ച് ആയാലും ക്യാരറ്റ് ആയാലും ഇഞ്ചി ആയാലും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഹൈ ഇൻ ഫൈബർ ആണ്, പൊട്ടാസ്യം, വിറ്റാമിൻ K1. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഗട്ട് ഹെൽത്തിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ റിച്ച് ഇൻ വിറ്റാമിൻ C ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ കൊളാജിൻ്റെ ലെവൽ കൂട്ടാനും ഈ കൊളാജിൻ ലെവൽ കൂടുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഡെയിലി കുടിക്കാൻ പറ്റുന്നവർ അങ്ങനെ കുടിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും എന്തായാലും ഒന്ന് കുടിക്കാൻ വേണ്ടി നോക്കണേ. അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് ഹണിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹണി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലത്തെ എല്ലാ വെജിറ്റബിൾസും നല്ല പോലെ അരിഞ്ഞു വരണേ, എന്നാലാണ് നമുക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് മുറിച്ച് അതുപോലെ തന്നെ ക്യാരറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ജ്യൂസ് റെഡി. ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് പൈനാപ്പിൾ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ എടുക്കാം. പൈനാപ്പിൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 240 ml കപ്പിൽ 1 കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കുക്കുംബറിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുള്ള കുക്കുംബറാണിത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ എടുക്കുന്നത് പുതിനയുടെ ഇലയാണ് കേട്ടോ. ഒരു 4 അല്ലി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ഹണിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണി ഓപ്ഷണൽ ആണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സെക്കൻഡ് സ്മൂത്തിയിൽ നമ്മൾ പൈനാപ്പിളും അതുപോലെ തന്നെ കുക്കുംബറാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ കുക്കുംബറും പൈനാപ്പിളും ആക്ച്വലി വെയിറ്റ് ലോസിന് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഏത് വെയിറ്റ് ലോസ് പ്രോഗ്രാമിലും ആദ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ പറയാം നമ്മുടെ എല്ലാ മീൽസിൻ്റെയും കൂടെ കുക്കുംബർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും കുക്കുംബർ ഒന്നും കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ജ്യൂസായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും ചെയ്യും, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. ഇനി ഇതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിളിൻ്റെ പീസും അതുപോലെ തന്നെ കുക്കുംബറും ഒരു മിൻറ്റ് ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി 2 ജ്യൂസുകളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ 2 വയസ്സായ മോന് വരെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അറിയാലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഹാപ്പി ആയിട്ടും എപ്പോഴും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുക.
അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ട്രൈ ചെയ്യുക. നമ്മുടെ ഡെയിലി റുട്ടീനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.